ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് സമാധാനത്തോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണം, പേടിക്കാതെ സമാധാനത്തോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ ഒരു പഴം എന്ന് പറയാം. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട, നമ്മുടെ മലയാളികളുടെ പ്രത്യേകിച്ചും ഏറ്റവും പ്രിയപ്പെട്ട ഒരു പഴം എന്ന് തന്നെ അതിനെ പറയണം. മറ്റൊന്നുമല്ല, ചക്കയെക്കുറിച്ചാണ് ഈ റിപ്പോർട്ട്. നമസ്കാരം, ഞാൻ സുനിൽ പ്രഭാകരൻ. നമുക്കറിയാം, ഇന്ന് ഡയബറ്റീസ് ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും ഡയബറ്റീസ് ഉണ്ട് എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു മിഡിൽ ഏജ് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഡയബറ്റീസ് ആണ് എന്നുള്ളൊരവസ്ഥയിലേക്ക് ലോകം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് ഡയബറ്റീസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ എല്ലാ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കും, അല്ലെങ്കിൽ ഇനി ഒരുപക്ഷെ ഡയബറ്റീസ് വരും എന്ന് കരുതുന്ന ആൾക്കാർക്കും ഒക്കെ ചിന്തിക്കുന്ന ഏറ്റവും വലിയ ചോദ്യമാണ്, ഡയബറ്റീസ് ഉള്ള ആൾക്കാർ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. നമുക്കറിയാം, ഡയബറ്റീസ് ഉള്ള ആൾക്കാർ അവോയ്ഡ് ചെയ്യേണ്ടത്, കഴിക്കാൻ പാടില്ലാത്തത് പഞ്ചസാരയാണ്. ഭക്ഷണത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ പഞ്ചസാരയാണ് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞിരുന്നാൽ ദൂഷ്യം ചെയ്യുന്നത്. നമുക്കറിയാം, പഞ്ചസാര ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടും. അത് മറ്റ് പല രോഗങ്ങളിലേക്കും കൊണ്ടു ചെന്നെത്തിക്കും. അതായത് നമ്മുടെ പല ഓർഗൻസിനെയും ബാധിക്കാം. നമ്മുടെ ഹൃദയത്തിനെ ബാധിക്കാം, കിഡ്നിയെ ബാധിക്കാം, കണ്ണുകളെ ബാധിക്കാം. അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഒരുപക്ഷെ മരണകാരണം വരെ എത്തിയെന്ന് വരാം. അപ്പോൾ പ്രധാനമായിട്ടും ഡയബറ്റീസ് രോഗികൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് ഒരു ഗ്ലൈസമിക് ഇൻഡെക്സിൻ്റെ അളവിലാണ്. അതായത് ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഒരു പ്രത്യേക കണക്ക് കൂട്ടലുകൾ വെച്ചിട്ട് ഓരോ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ഓരോ ഫ്രൂട്ടുകളിലും ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളിലും ഉള്ള ഒരു ഗ്ലൈസമിക് ഇൻഡെക്സ്, എത്ര തോത്, ഏത് അളവിനകത്ത് ഉള്ള ഗ്ലൈസമിക് ഇൻഡെക്സിൽ വരുന്ന ഭക്ഷണങ്ങൾ കഴിക്കണ്ട എന്നുള്ളതുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ, ഈ ഗ്ലൈസമിക് ഇൻഡെക്സിൽ ഏറ്റവും സേഫായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലോ ആയിട്ട് നിൽക്കുന്ന അളവിൽ വരുന്ന ഒരു ഭക്ഷണമാണ് നമ്മുടെ പ്രിയപ്പെട്ട ചക്ക. ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ ജിന്ദാൽ പട്ടേൽ, അപ്പോളോ ഹോസ്പിറ്റലിലെ ഡയറ്റീഷ്യനാണ്. ജാക്ക് ഫ്രൂട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ചക്കയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. വൈറ്റമിൻ എ, സി, മഗ്നീഷ്യം, പൊട്ടാഷ്യം, കോപ്പർ, മാംഗനീസ്, ആൻറ്റി ഓക്സിഡൻസ്, അങ്ങനെ ഒട്ടനവധി നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന കണ്ടൻറ്റുകൾ ഇതിലുണ്ട്. ഗ്ലൈസമിക് ഇൻഡെക്സിൽ 50 തൊട്ട് 60-നകത്താണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത് സുരക്ഷിതമായിട്ടുള്ള കണക്കുകളിലിടയിലാണ് ഈ ജാക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ നമ്മുടെ ചക്ക നിൽക്കുന്നത്. ഇവിടെ ഡയറ്റീഷ്യൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ചക്ക കഴിക്കുക എന്ന് പറയുമ്പോൾ ചക്ക റോ ആയിട്ട് കഴിക്കുക എന്നുള്ളതാണ്. അതായത് പ്രത്യേക രീതിയിൽ പാകം ചെയ്യുകയോ അല്ലെങ്കിൽ ചക്ക പായസം വെച്ച് കഴിക്കുകയോ അങ്ങനെയൊന്നുമല്ല. ചക്ക വെറുതെ റോ ആയിട്ട് പച്ചയ്ക്ക് ഉള്ള അല്ലെങ്കിൽ പഴുത്ത ചക്ക അതേ കണക്ക് കഴിക്കുക. അതിനെ വേറെ യാതൊരു തരത്തിലുള്ള വിഭവങ്ങളൊന്നും ആക്കാതെ പച്ചയ്ക്ക് കഴിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതും ചക്ക കഴിക്കാൻ പറഞ്ഞിട്ട് ഒറ്റ ഇരിപ്പിന് ഒരു ചക്ക അങ്ങ് ഫുൾ അകത്താക്കരുത്, അത് പ്രശ്നമാണ്. അപ്പോൾ അതിനും കണക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു അരക്കപ്പ് അല്ലെങ്കിൽ 75 ഗ്രാം വരെ ഒരു ദിവസം കഴിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. എന്നാൽ ഇത് കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാരും പറയുന്നുണ്ട്. ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാർ പ്രധാനമായിട്ടും എന്തെങ്കിലും അലർജി ഇതിനു മുമ്പ് ചക്ക കഴിച്ചത് കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ഒരു കാരണവശാലും ഇത് കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ള വ്യക്തികളാണെങ്കിൽ കഴിക്കരുത്. കാര്യം ഇതിൽ പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടുതലുള്ളത് കാരണം ഒരുപക്ഷെ പ്രശ്നങ്ങൾ സംഭവിച്ചേക്കാം. അതുകൊണ്ട് കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ ഇത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സർജറികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഉടനെ എന്തെങ്കിലും ശസ്ത്രക്രിയകൾ ചെയ്യാൻ പോവുകയാണെങ്കിലോ അതല്ലെങ്കിൽ ചെയ്യുന്നതിന് ശേഷമോ ഉടനെ ഇത് കഴിക്കാൻ പാടില്ല എന്നും ഡയറ്റീഷ്യൻ അഡ്വൈസ് ചെയ്യുന്നു. അപ്പോൾ ചക്ക എന്ന് പറയുന്ന നമ്മുടെ മലയാളിയുടെ ഈ പ്രിയപ്പെട്ട ഈ ഭക്ഷണം അല്ലെങ്കിൽ ഈ പ്രിയപ്പെട്ട ഫ്രൂട്ട്, ഇതിനെ നമുക്ക്, അതായത് ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഇത് നിങ്ങൾക്ക് ഡയബറ്റീസ് കൂട്ടും എന്നുള്ള പേടി വേണ്ട എന്നുള്ളതാണ് ഡോക്ടർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഞാൻ പറഞ്ഞു, അതിന് ഒരളവുണ്ട്. ആ അളവിൽ തന്നെ കഴിക്കണം. അതിൽ കൂടുതൽ വാരി വലിച്ച് കഴിച്ചു കഴിഞ്ഞിരുന്നാൽ ഒരുപക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം. അതുകൊണ്ട് സൂക്ഷിക്കുക, ആരോഗ്യം എപ്പോഴും ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.